അമേരിക്കൻ സാമ്പത്തിക ഉപരോധത്തെ മറികടന്ന് പൊരുതുന്ന ക്യൂബയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹവാനയിലെ പാട്രിയ മാധ്യമ സമ്മേളനം അവസാനിച്ചത്. സമൂഹമാധ്യമ രംഗത്തെ ആഗോള കുതിപ്പിനെ ലാറ്റിൻ അമേരിക്കൻ പോരാട്ടത്തിനായി വിനിയോഗിക്കാനും തീരുമാനിച്ചു. ഡിജിറ്റൽ ലോകത്തും ട്രംപിസം നടപ്പാക്കുന്നുവെന്ന വിലയിരുത്തലോടെയാണ് നാലാമത് പാട്രിയ സാർവദേശീയ സമ്മേളനം ഹവാനയിൽ സമാപിച്ചത്. ഡിജിറ്റൽ ക്യാപിറ്റലിസത്തിലൂടെ സംഭവിക്കുന്ന ധ്രുവീകരണത്തെയും മാധ്യമ ചൂഷണത്തെയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഗൗരവത്തോടെ കാണാനും ബദലുകൾ രൂപപ്പെടുത്തേണ്ട വിധവും ചർച്ചയായി. 20 വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ട ടെലിസൂർ എന്ന ലാറ്റിൻ അമേരിക്കൻ ദൃശ്യമാധ്യമത്തിന്റെ വിജയത്തെ മാതൃകയാക്കി ഡിജിറ്റൽ ലോകത്തും ലാറ്റിൻ അമേരിക്കൻ ഇടപെടൽ ശക്തമാക്കും. ഈ പൊതുവികാരമാണ് നാലാമത് പാട്രിയയിൽ ഉയർന്നത്. We're seeing a massive lack of information, disinformation, and it's so important that we can unite here to really work on this, fight back the resistance, and to use social media and media communications in general as a crucial tool to really challenge the imperialist narratives that have prevailed for years and years. AI സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും വെല്ലുവിളികളും ചർച്ചയായി. വ്യാജം പ്രചരിപ്പിക്കുന്ന കേന്ദ്രീകൃത സമൂഹ മാധ്യമ രീതിക്കെതിരെ ബദലുകൾ എങ്ങനെയാവണമെന്ന പാട്രിയയിലെ വർക്ക്ഷോപ്പുകളും ശ്രദ്ധേയമായി. ഇന്ത്യയിൽ രൂപപ്പെട്ട കോർപ്പറേറ്റ് ഹിന്ദുത്വ മാധ്യമ രീതി വ്യക്തമാക്കി ബദൽ മാധ്യമ രീതികൾ ലാറ്റിൻ അമേരിക്കയ്ക്ക് പരിചയപ്പെടുത്തിയാണ് പ്രജാശക്തി എഡിറ്റർ ബെൻഡി തുളസിദാസ് പാട്രിയയിൽ സംസാരിച്ചത്. The ruling dispensation in India, that is a far right of nature, and this is run by a corporate communal nexus and displaying some neo-fascist characteristics. That authoritarian dispensation has been trying to exploit the resources of India. ക്യൂബയുടെയും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെയും സാംസ്കാരിക തനിമ പ്രതിഫലിക്കുന്നതായി ഹവാന സർവകലാശാലയിലെ സമാപന സമ്മേളനം. അൻപത് രാജ്യങ്ങളിൽ നിന്നായി 400ഓളം പ്രതിനിധികളാണ് 3 ദിവസമായി ഹവാന യൂണിവേഴ്സിറ്റിയിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തത്. പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ സാഹചര്യവും സംഘർഷവും ഒക്കെ വലിയ തോതിൽ ചർച്ചയായ പാട്രിയാണ് അവസാനിച്ചത്. സമൂഹ മാധ്യമങ്ങളും ലാറ്റിൻ അമേരിക്കയുടെ പുതിയ കാലത്തെ വെല്ലുവിളികൾക്കൊപ്പം എങ്ങനെ അതിനായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ചർച്ചകളൊക്കെ നടന്നു. ഭാവി കാലത്തേക്ക് ലാറ്റിൻ അമേരിക്കയ്ക്ക് ഉപകാരപ്പെടുന്ന നിലയിലേക്കുള്ള വലിയ ചർച്ചകൾക്കാണ് പല സെഷനുകളിലും ഈ സാർവദേശീയ സമ്മേളനം വേദിയായത്. അങ്ങനെ നാലാമത് പാട്രിയ സാർവദേശീയ സമ്മേളനം ഹവാനയിൽ അവസാനിച്ചു. കൈരളി വാർത്തയ്ക്ക് വേണ്ടി ഹവാനയിൽ നിന്നും ശരത് ചന്ദ്രൻ.